ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് ഞായറാഴ്ചകളിൽ നമ്മൾ ലിറ്റർജിയെക്കുറിച്ച്, സഭയുടെ ലിറ്റർജിയെക്കുറിച്ചുള്ള പൊതുവായ ക്ലാസ്സുകളാണ്. ശനിയാഴ്ചകളിൽ നമ്മൾ അദ്ദായിമാർ സ്ലീഹന്മാരുടെ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. ഞായറാഴ്ചകളിൽ നമ്മൾ സഭയിലെ കത്തോലിക്ക സഭയിലുള്ള എല്ലാ ലിറ്റർജികളെയും കുറിച്ചുള്ള പൊതുവായ ക്ലാസ്സുകളാണ് നടത്തുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം 1096 എന്ന ഖണ്ഡികയെക്കുറിച്ചാണ്. ആ ഖണ്ഡിക ഞാനൊന്ന് വായിക്കാം. യഹൂദ ആരാധനക്രമവും ക്രൈസ്തവ ആരാധനക്രമവും യഹൂദ ജനതയുടെ വിശ്വാസത്തെയും ഇന്നും അവർ ജീവിക്കുന്ന മതജീവിതത്തെയും കുറിച്ചുള്ള മികച്ച അറിവ് ക്രൈസ്തവ ആരാധനക്രമത്തിൻ്റെ ചില വശങ്ങളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. യഹൂദന്മാർക്കും ക്രൈസ്തവർക്കും വിശുദ്ധ ഗ്രന്ഥം അവരുടെ ആരാധനക്രമങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. വിശുദ്ധ ഗ്രന്ഥം, ദൈവവചന പ്രഘോഷണം, ഈ വചനത്തോടുള്ള പ്രതികരണം, സ്തുതിപ്പിൻ്റെയും ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയുള്ള മധ്യസ്ഥതയുടെയും പ്രാർത്ഥന, ദൈവകാരുണ്യത്തിന് വേണ്ടിയുള്ള യാചന എന്നിവയിൽ ഇത് ദൃശ്യമാണ്. അതിന് സവിശേഷമായ ഘടനയിൽ വചന ശുശ്രൂഷ, ലിറ്റർജി ഓഫ് ദ വേർഡ്, ഉദ്ഭവിക്കുന്നത് യഹൂദ പ്രാർത്ഥനയിൽ നിന്നാണ്. യാമപ്രാർത്ഥനകളും, ലിറ്റർജി ഓഫ് ദ വേഴ്സ്, മറ്റ് ആരാധനക്രമ ഗ്രന്ഥങ്ങളും പ്രമാണവാക്യങ്ങളും കർത്താവിൻ്റെ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള നമ്മുടെ ഏറ്റവും ആദരണീയമായ പ്രാർത്ഥനകളും യഹൂദ പ്രാർത്ഥനകളോട് സാമ്യമുള്ളവയാണ്. ദിവ്യബലിയുടെ പ്രാർത്ഥനകളും, യൂക്കറിസ്റ്റിക് പ്രയേഴ്സ്, സ്തോത്രയാഗ പ്രാർത്ഥന യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ്. ദിവ്യീകരണ പ്രാർത്ഥന, യഹൂദ ആരാധനക്രമവും ക്രൈസ്തവ ആരാധനക്രമവും തമ്മിലുള്ള ബന്ധവും ഉള്ളടക്കത്തിലെ അവയുടെ വ്യത്യാസങ്ങളും പെസക പോലുള്ള ആരാധനക്രമ വർഷങ്ങളിലെ വലിയ തിരുനാളുകളിൽ വിശേഷിച്ച് പ്രകടമാണ്. ക്രൈസ്തവരും യഹൂദന്മാരും പെസക ആഘോഷിക്കുന്നു. യഹൂദന്മാർക്ക് ഇത് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചരിത്രത്തിൻ്റെ പെസകയാണ്. ക്രൈസ്തവർക്കാകട്ടെ ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പൂർത്തീകരിക്കപ്പെട്ട പെസകയാണ്. എങ്കിലും അതെല്ലായ്പ്പോഴും അതിന് അന്തിമമായ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമുക്കതിന് ഇംഗ്ലീഷ് ഒന്ന് കേട്ടിട്ട് നമുക്ക് അപഗ്രഥിക്കാം. Catechism of the Catholic Church 1096. Jewish liturgy and Christian liturgy. A better knowledge of the Jewish people's faith and religious life as professed and lived even now can help our better understanding of certain aspects of Christian liturgy. For both Jews and Christians, sacred scripture is an essential part of their respective liturgies. In the proclamation of the word of God, the response to this word, prayer of praise and intercession for the living and the dead, invocation of God's mercy. In its characteristic structure of the liturgy of the word, the liturgy of the word originates in Jewish prayer. The liturgy of the hours and other liturgical texts and formularies, as well as those of our most venerable prayers, including the Lord's Prayer, have parallels in Jewish prayer. The Eucharistic prayers also draw their inspiration from the Jewish tradition. The relationship between the Jewish liturgy and the Christian liturgy, but also their differences in content are particularly evident in the great feasts of the liturgical year, such as Passover. Christians and Jews both celebrate the Passover. For Jews, it is a Passover of history tending toward the future. For Christians, it is a Passover fulfilled in the death and resurrection of Christ, though always in expectation of its definitive consummation. യഹൂദ ലിറ്റർജിയും ക്രൈസ്തവ ലിറ്റർജിയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും ഇതാണ് ഈ പാരഗ്രാഫിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു വേറെ ഉദാഹരണം പറയാം. ഈ ലിറ്റർജി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്ക്, ഇപ്പം നമുക്ക് കത്തോലിക്ക സഭയിൽ 6 കുടുംബങ്ങളിലുള്ള ലിറ്റർജി കുടുംബങ്ങൾ 6ആണ്. ലിറ്റർജി കുടുംബങ്ങൾ 6. ഈ 24 സഭകൾ ഉപയോഗിക്കുന്ന ലിറ്റർജി ഈ 6 കുടുംബങ്ങളിൽപ്പെട്ടതാണ്. കത്തോലിക്ക സഭയിൽ 24 സഭകളുണ്ട്. ഈ സഭകൾ ഉപയോഗിക്കുന്ന ലിറ്റർജി ഈ 6 കുടുംബങ്ങളിൽപ്പെട്ടതാണ്. മിക്ക ലിറ്റർജികളും ഗ്രീക്ക് ഭാഷയുടെയും ഗ്രീക്ക് സംസ്കൃതയും സ്വാധീനമുള്ളതാണ്. എന്നാൽ ഗ്രീക്ക് സംസ്കൃതത്തിന് ഒട്ടുമില്ലാത്ത ഒരു ലിറ്റർജിയുണ്ട് കത്തോലിക്ക സഭയിൽ. അത് സീറോ മലബാർ സഭയിൽ ചൊല്ലുന്ന അദ്ദായിമാർ സ്ലീഹന്മാരുടെ കൂദാശക്രമമാണ് നമ്മൾ ദിവസം അർപ്പിക്കുന്ന കുർബാന. ആ കുർബാനയിൽ ഗ്രീക്ക് സ്വാധീനമില്ല, സെമിറ്റിക് സ്വാധീനമാണുള്ളത്. സെമിറ്റിക് എന്ന് പറഞ്ഞാൽ യഹൂദ സ്വാധീനം.
അപ്പോൾ യഹൂദ സ്വാധീനമുള്ള, അതായത് 4-5 നൂറ്റാണ്ടുകൾ രൂപപ്പെട്ടതാണ് മറ്റ് ലിറ്റർജികൾ. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ രൂപപ്പെട്ടതാണ് ഈ അദ്ദായിമാരെ സ്ലീഹന്മാരെ കുർബാനക്രമം. സീറോ മലബാർ സഭ എല്ലാ ദിവസവും അർപ്പിക്കുന്ന കൂദാശി കുർബാനയായി പറയണേ. അതിനകത്ത് യഹൂദ സ്വാധീനമാണുള്ളത്, സെമിറ്റിക് സ്വാധീനമാണുള്ളത്. അതിൻ്റെ അപ്പോൾ അത് മനസ്സിലാക്കാൻ, എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഈ പാരഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. യഹൂദ ലിറ്റർജിയും ക്രിസ്ത്യൻ ലിറ്റർജിയൽ ആരാധനക്രമം, കുർബാന ഉൾപ്പെടെയുള്ള ആരാധനക്രമം, അത് തമ്മിൽ ആത്മീയമായിട്ടുള്ള വലിയ ബന്ധങ്ങളുണ്ട്, ചരിത്രപരമായ ബന്ധമുണ്ട്, പിന്നെ അതേസമയം അന്തരമുണ്ട്. ജൂവിഷ് ഫെയ്ത്ത്, യഹൂദ വിശ്വാസവും യഹൂദ ലിറ്റർജിയും മനസ്സിലാക്കിയാൽ ക്രിസ്തീയ ആരാധനക്രമം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. കാരണം ചരിത്രപരമായും ആധ്യാത്മികമായും ദൈവശാസ്ത്രപരമായും ഇവ തമ്മിൽ ബന്ധമുണ്ട്. ഒന്നാമത്തെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ അടിത്തറ, ലിറ്റർജിയുടെ അടിത്തറ എന്ന് പറയുന്നത് തിരുവചനമാണ്. തിരുവചനത്തിന് അടിത്തറ ലിറ്റർജിയാണ്. ലിറ്റർജിയിൽ നിന്നാണ് തിരുവചനം എഴുതപ്പെട്ടത്. പക്ഷേ കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ലിറ്റർജി രൂപപ്പെട്ടത്. അപ്പോൾ അടിത്തറ എന്ന് പറയുന്നത് വചനമാണ്, ക്രിസ്തുവിൻ്റെ വചനമാണ് ലിറ്റർജിയുടെ അടിത്തറ. ആ ലിറ്റർജി ഇങ്ങനെ ആഘോഷിച്ചാണ് എഴുതപ്പെട്ട വചനത്തിൻ്റെ അടിത്തറ. അപ്പോൾ ഇത് ലിറ്റർജി എഴുതപ്പെട്ട വചനത്തിൻ്റെ അടിത്തറയും കർത്താവ് പറഞ്ഞ വചനങ്ങൾ ലിറ്റർജിയുടെ അടിത്തറയുമായി നിലനിൽക്കുന്നു. കർത്താവാകട്ടെ യഹൂദനായിരുന്നു. കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും യഹൂദ മതത്തിൻ്റെ പശ്ചാത്തലത്തിലും വിശ്വാസത്തിലും മാത്രമേ മനസ്സിലാക്കാനും കഴിയൂ. അപ്പോൾ വചനം, തിരുവചനം, സ്തുതിപ്പ് പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഈ വചനം കേട്ട് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പ്രതിസ്പന്ദം, പിന്നെ ദൈവത്തിൻ്റെ കാരുണ്യം അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ, ഇതെല്ലാം യഹൂദ മതത്തിൽ നിന്നും സ്വാധീനം, അത് യഹൂദനായ കർത്താവ് നൽകിയതാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും അതിൽ ക്രിസ്തീയ ഉള്ളടക്കമുണ്ട്. പക്ഷേ അടിത്തറ എന്ന് പറയുന്നത് യഹൂദ മതം തന്നെയാണ്. യഹൂദരുടെ പ്രാർത്ഥനയിലാണ് കർത്തപ്രാർത്ഥന പോലും ഉത്ഭവിച്ചത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ദിവ്യകാരുണ്യ പ്രാർത്ഥന, സ്തോത്രയാഗ പ്രാർത്ഥന, അതായത് അനാഫറ എന്ന് പറയില്ലേ, അതും യഹൂദ മതത്തിൻ്റെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ആരാധനാക്രമത്തിലുമാണ് അതിൻ്റെ അടിത്തറ കിടക്കുന്നത്. അതേസമയം വലിയൊരു അന്തരമുണ്ട്. എന്താണ് അന്തരം? യഹൂദന്മാർ പെസഹ ആചരിക്കുന്നു. അത് ചരിത്രത്തിൻ്റെ പെസഹ വരാനിരിക്കുന്ന മിശിഹായെ ഓർത്തിട്ടാണ്. നമ്മളോ മിശിഹ വന്നു കഴിഞ്ഞെന്നും അവൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അത് നിവൃത്തിയായെന്നും വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പോൾ വരാനിരിക്കുന്ന മിശിഹയല്ല, വന്നു കഴിഞ്ഞ മിശിഹയാണ്, പൂർത്തീകരിക്കപ്പെട്ട പെസഹയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അവരോ ഭാവിയിൽ വരാനിരിക്കുന്ന ചരിത്രത്തിൻ്റെ പെസഹയാണ്. അതേസമയം ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? വരാനിരിക്കുന്നവനെ, വന്നു ഇനിയും വരാനിരിക്കുന്നവൻ. മനുഷ്യാവതാരത്തിലൂടെ ഒന്നാമത്തെ ആഗമനം, രണ്ടാമത്തെ ആഗമനത്തിലും വരാനിരിക്കുന്നു. അപ്പോൾ വരാനിരിക്കുന്നതിനെ നോക്കിപ്പാർത്തുകൊണ്ടാണ് ഈ ലിറ്റർജി ആഘോഷിക്കുന്നത്. അപ്പോൾ യഹൂദ പെസഹായുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അവർക്ക് മിശിഹ വന്നിട്ടില്ല, വരാനിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് വന്നു, വീണ്ടും വരാനിരിക്കുന്നു. അങ്ങനെയാണ്. ആ അന്തരവും അവിടെയുണ്ട്. അപ്പോൾ ഈ യഹൂദ ലിറ്റർജി തിരിച്ചറിയാതെ നമുക്ക് ഈ ക്രിസ്തീയ ആരാധന മനസ്സിലാക്കാൻ പ്രയാസമാണെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഓർക്കാവുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യഹൂദരുടേത് ഒരു ലിവിങ് ട്രഡീഷനാണ്. ഇപ്പോഴും യഹൂദന്മാർ ജീവിക്കുന്നത്. ഇസ്രായേലിൽ മാത്രമല്ല, ലോകമെമ്പാടും യഹൂദ കോളനികളുണ്ട്. അവർ ഈ തിരുവചനം അനുസരിച്ച് ഇപ്പോഴും ജീവിക്കുന്നു. തിരുവചനം അവർക്ക് പഴയ നിയമമുണ്ട്, പഴയ നിയമർക്കുണ്ട്. അവരുടെ ബൈബിൾ അതാണ്, തനാക്ക് എന്ന് പറയുന്ന ബൈബിൾ അതാണ്. അപ്പോൾ ഇന്നും ജീവിക്കുന്ന പാരമ്പര്യമാണ് യഹൂദ മതത്തിലുള്ളതും ക്രിസ്തു മതത്തിലുള്ളതും. അതുകൊണ്ട് ഈ യഹൂദ മതത്തെയോ യഹൂദ ആരാധനക്രമത്തെയോ ഒരു തിരിശേഷിപ്പായി, ചരിത്രപരമായ തിരിശേഷിപ്പായി മാറ്റിക്കളയരുത്. ഇന്നും ജീവിക്കുന്ന പാരമ്പര്യമാണത്. ഈ ക്രിസ്തുമതത്തിൻ്റെ DNA യഹൂദമതം എന്ന് പറയും. കാരണം രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ എന്ന് കർത്താവ് യേശു മിശിഹ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. അതിന് തെളിവാണ് നമ്മുടെ കർത്താവ് യേശു മിശിഹ. അവൻ യഹൂദനാണ്. കുരിശിന് മുകളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? INRI, യേസുസ് നസ്രൈനസ് റെക്സ് യുദയോരും, നസ്വറായനായ ഈശോ യഹൂദന്മാരുടെ രാജാവ്, അതാണ് എഴുതി വെച്ചിരിക്കുന്നത് കുരിശിന് മുകളിൽ. അപ്പോൾ യഹൂദരിൽ നിന്നാണ് രക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ക്രിസ്ത്യാനികളുടെ DNA, ക്രിസ്തു മതത്തിൻ്റെ, ക്രിസ്തു ധർമ്മത്തിൻ്റെ DNA എന്ന് പറയുന്നത് യഹൂദ മതമാണ്. യഹൂദ മതത്തിൻ്റെ വിശ്വാസവും ആരാധനക്രമവുമാണ്. അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ഒന്ന്, വചനം, തിരുവചനം.
സ്തുതിപ്പ് പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, കാരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതൊക്കെ യഹൂദ മതത്തിൽ നിന്നും നമ്മൾ സ്വീകരിച്ചതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ യാമപ്രാർത്ഥനകൾ. അത് യഹൂദ മതത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതാണ്. അതുപോലെ തന്നെ കർത്തൃ പ്രാർത്ഥന, യഹൂദ മതത്തിലെ പ്രാർത്ഥന സ്വാധീനമുണ്ട്. ദിവ്യകാരുണ്യ പ്രാർത്ഥന, അതായത് സ്തോത്രയാഗ പ്രാർത്ഥന, യൂക്കറിസ്റ്റിക് പ്രയർ, കുർബാനയുടെ കൂദാശക്രമം, അതും യഹൂദ പ്രാർത്ഥനയുമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ പെസഹായെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ ലിറ്റർജിക്കൽ ഇയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു ദൈവശാസ്ത്രം ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ യഹൂദന്മാർ തിയോളജിക്കലായിട്ട് കണക്കാക്കുന്നത് ചരിത്രമായിട്ടാണ്. ചരിത്രത്തിൻ്റെ ആഘോഷമാണ് പെസഹ. ചരിത്രത്തിൽ സംഭവിച്ചത്, ചരിത്രത്തിലെ പെസഹ, ഈജിപ്തിൽ നിന്നുള്ള പെസഹ ചരിത്രത്തിൽ സംഭവിച്ചത്, ഭൂതകാലം. നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതാണ് കണക്കാക്കുന്നത്. ചരിത്രമുണ്ട്. യേശുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിലും പഴയ നിയമത്തിലെ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ച ദൈവം. പക്ഷെ തീർന്നില്ല. അവന് ഇങ്ങനെ പോയതുപോലെ തന്നെ തിരിച്ചു വരും എന്നാണ് സ്വർഗാരോഹണ സമയത്ത് മാലാഖ സ്ലീഹന്മാരോട് പറഞ്ഞത്. പോയതുപോലെ തിരിച്ചു വരും. അപ്പോൾ മിശിഹ വന്നിട്ടില്ല, ഭൂമിയിൽ വന്നിട്ടില്ല എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ അവൻ വന്നു വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദൈവശാസ്ത്രപരമായ ബന്ധമുണ്ട്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് യഹൂദ മതത്തിൻ്റെതായ പല കാര്യങ്ങളും അറിയാതെ ക്രിസ്ത്യാനികളുടെ ആരാധനക്രമം മനസ്സിലാകില്ല എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. യഹൂദ മതത്തിൻ്റെ ആരാധനക്രമവും വിശ്വാസവും തിരിച്ചറിയാതെ ക്രിസ്തീയ ആരാധനക്രമം മനസ്സിലാകില്ല. അപ്പം നമ്മൾ മുണ്ടാടനെ ചെക്കൻ പറഞ്ഞില്ലേ, ഞങ്ങൾ യഹൂദ മതം അത് കഴിഞ്ഞു പോയി, ഞങ്ങൾ ദേവാലയം കീറിക്കളഞ്ഞു, ഇനി തുന്നിക്കെട്ടണ്ട എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? അവർക്ക് കത്തോലിക്ക സഭയുടെ മതബോധനമോ യഹൂദ മതത്തിൻ്റെ നമ്മുടെ DNA യഹൂദ മതമാണെന്ന കാര്യമോ കർത്താവിശം യഹൂദൻ എന്ന കാര്യമോ നമുക്ക് പഴയ നിയമം ഉണ്ടെന്ന കാര്യമോ ഒക്കെ അവർ നിഷേധിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം തമസ്കരിക്കുകയാണ്. നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇല്ലേ? 1096 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോയെന്ന് നോക്കിയേ. അവിടെ കിടക്കുന്ന തർജ്ജമയും ഞാൻ തർജ്ജമയും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ നമ്മൾ പഴയ നിയമം പഠിക്കണം, യഹൂദ ആരാധനക്രമം പഠിക്കണം, യഹൂദ വിശ്വാസം പഠിക്കണം. അപ്പോൾ നമ്മുടെ ആരാധനക്രമത്തെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മളെ എന്താണ് ആചരിക്കുന്നത്, ബന്ധമെന്ത്, വ്യത്യാസമെന്ത്, തുടർച്ചയെന്ത്, പിന്നെ അതായത് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണിത് മനസ്സിലാക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് നമ്മൾ എന്തിനാ പള്ളിയിൽ പോകണമെന്നും എന്താണ് ചെയ്യുന്നതെന്നും അതിലൂടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയുള്ളൂ. പള്ളിയിൽ എന്തിനാ പോകുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തിനാ നമ്മളതിൽ പങ്കെടുക്കുന്നത്, ആ പങ്കെടുക്കുന്ന ഓരോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രാർത്ഥനകളെ അർത്ഥം എന്ത്, ഇതൊക്കെ തിരിച്ചറിയാൻ ഈ സംഗതികൾ വേണം. നമ്മൾ വെറുതെ പോയി ഒരു നൊവേനിൽ പങ്കെടുക്കുന്ന പോലെ പങ്കെടുത്ത് വന്നാൽ മതിയോ? ഒരു ഭക്തകൃത്യത്തിൽ പങ്കെടുത്താൽ മതിയോ? കുർബാനയിൽ പോരാ. കർത്താവ് യേശുക്രിസ്തു നമ്മിലേക്ക് വരികയാണ്. അപ്പമായിട്ടും വീഞ്ഞായിട്ടും അല്ലെങ്കിൽ ശരീരമായിട്ടും രക്തമായിട്ടും വരികയാണ്. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇതിൻ്റെ ആ ദൈവശാസ്ത്രപരമായ സംഗതികളെല്ലാം അറിയണ്ടേ? അതിനു വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ആ തരത്തിൽ തന്നെ ഉൾക്കൊള്ളാനും ആഴത്തിൽ പഠിക്കാനും തയ്യാറാകണമെന്ന് വീണ്ടും 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 ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.